ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു യാത്ര പോകലുള്ള പരിപാടിയാണ്. പുറത്തേക്ക് ഇറങ്ങട്ടല്ല, പാവപ്പെട്ട ആൾക്കാരെ എന്താ പറയുക. അവിടെ നമ്മളിന്ന് കണ്ടു പോകണം. പാവപ്പെട്ട ആൾക്കാരെ ആമസോണിക്കാണ് നമ്മളിന്ന് യാത്ര പോകണം. അപ്പോൾ നമ്മളെ ആമസോണിക്കുള്ള യാത്ര കാഴ്ചകൾ കാണാം. ഇവിടെ എൻ്റെ മമ്മി വെയിറ്റിംഗ് ആണ്. മമ്മി ഓക്കെ, താങ്ക് യു. മൂടിയില്ല, എനിക്ക് മൂടിയില്ല. എൻ്റെ മമ്മിയാണ്. മമ്മി ഫുൾ ബിസി മാനാണ്. എൻ്റെ അമ്മായിയാണ്. അമ്മായി ചെരുപ്പെടുന്നുണ്ട്. എല്ലാവരും ഇറങ്ങാം. ഓക്കെ മമ്മി, പാനിൻ്റെ മൂടി. ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണം. എടി നിങ്ങൾ ഓർഡർ ചെയ്യും. ഞാൻ ഇതെടുത്തിട്ട് നേരെ കയറില്ല. ഞാനുണ്ട്, നിങ്ങൾ അറിഞ്ഞോളി. ഓക്കെ, ഞങ്ങൾ പോണത് ബസ്സിലാണ്. അപ്പോൾ ഒരു ഹോട്ടലിൽ പോവും, അവിടെ നിന്ന് ബസ് കയറും. മുമ്പായിരുന്നു ഞാൻ ഇവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ട് ബാങ്കിൽ നിന്ന് ഫണ്ടൊക്കെ എടുക്കണം. ഓക്കെ, ആണ് നമ്മളെ പ്ലാനിങ്ങിൽ ഒരു കാർ എടുക്കണമെന്നൊക്കെ. കാറൊക്കെ എടുത്താൽ നമുക്ക് സെറ്റ് ആയിട്ട് എല്ലാവരും കൊണ്ട് പോകാം. പക്ഷേ ഇപ്പം കാറില്ല എന്നുള്ളൂ. പക്ഷെ ഉറപ്പായി ഒരു ദിവസം ഞാൻ ഈ മുറ്റത്ത് കാറെത്തിച്ചു. അത് ഉറപ്പാണ്. അത് നമ്മൾ ഹോണ്ട സിറ്റി തന്നെ, അത് വരും വേണം. അപ്പം നമ്മൾ വണ്ടിമ്മ കയറി. എന്താ ഇത് കണ്ടിട്ട് സിറ്റി എടുക്കാൻ പോകുന്നില്ല എൻ്റെ കയ്യിൽ ലെസ്റ്റ് ഒന്നും പറയില്ല. കാരണവരെ വണ്ടിയാണ്, കാരണവരെ ആർമിയില്ല. അപ്പോൾ അതുണ്ട്, കാരണവരെ ആർമിയിലാണ്. അപ്പോൾ കാരണവരെ ഉണ്ട്. ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോയത് പെരുന്നാൾക്ക് പോയി, വലിയ പെരുന്നാൾക്ക് പോയി. അപ്പോൾ ഓൻ്റെ വണ്ടി, എൻ്റെ കയ്യിൽ ഒരു വണ്ടി ഉണ്ട്. എൻ്റെ വണ്ടി നമ്മൾ വൈകാതെ വീഡിയോസിലൊക്കെ കണ്ടു തുടങ്ങും. അതിപ്പോൾ ഓൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടാക്കി, ഏട്ടൻ്റെ ഫ്രണ്ടും ഉണ്ടാക്കി. അപ്പം അതുകൊണ്ടാണ് ഞാനിതെടുത്ത് എടുക്കണം. ഞാൻ ഈ വണ്ടി ഒന്ന് ബാക്കി കൊടുത്തേ കജിനുള്ള ചെക്കതാ സീതാ എത്ത മുടിയൊക്കെ മറ്റേ ഞാൻ വരുന്ന വരല്ലേ എക്സ്പീരിയൻസ്. എന്നിട്ട് പഴയ തേക്കാളൊക്കെ ഉണ്ടോ? പക്ഷെ ഈ കാണുന്നതോ കേട്ടോ. ഇതെന്താ സിതുമോനെ? തേക്ക് മ്യൂസിയം. അവിടെ വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ ടീംസ് ഇരിക്കുന്നുണ്ട്. അമ്മായി ഇമ്മ ഇരിക്കുന്നുണ്ട്. പെങ്ങള് നാടുണ്ട്. ഇത് തേക്കാറ് ഇതോ? ഇതുണ്ടല്ലോ 500 കൊല്ലം മുന്നേ. അമ്മായിക്ക് അറിയാം എന്ത് തേക്കാന്ന്? ഇതെങ്ങനെ ഇവിടത്തെ അടിയിലേനി എനക്കറിയോ? പ്രളയത്തിൽ ഒലിച്ചുണ്ടാവും. 1300 കൊല്ലം പായ്ക്കുള്ള തേക്കാണിത്. ആണോ? അപ്പൊ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇത് ഇവിടെ തന്നെ മരങ്ങളായി തേക്ക് മെസ്സിയൊക്കെ ഇത് മുറിച്ച് കട്ട് ചെയ്ത് ആക്കി മരമാണ്. പോളീസൊക്കെ ചെയ്താലേ? ഇത് പണ്ട് ഉണ്ടായിനി അതിന്റെ കാലത്ത്. റൗണ്ടിന്റെ കാലത്താ? റൗണ്ടിന്റെ കാലത്ത് നിങ്ങൾക്ക് കഥയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേറെ കഥ വേണമെങ്കിലാ വായിക്കേണ്ട വായിച്ചോളൂ. എനിക്ക് വായിക്കാനൊന്നും ഇഷ്ടമല്ല. തേക്ക് മുറിച്ച് ഇങ്ങനെ ആക്കിയാണ്. തിച്ചുകൊണ്ടത് മറ്റേ മുസാബിനൊക്കെ ഉണ്ടാവല്ലോ മറ്റേ സാധനം, അതേ മറ്റേ സാധനം. ഇവിടെ തേക്ക് കൊണ്ട് ഉണ്ടാക്കിയ കപ്പലുണ്ട്. ഇതോ ഈ കപ്പൽ ഇങ്ങനെ ചെയ്താരെങ്കിൽ കൊണ്ട് വലിയ കപ്പലില്ല, വലിയ കപ്പൽ. ഈ കപ്പലിനെ കട്ട് ചെയ്ത് അതായത് കപ്പലിനൊരു കോൺക്രീറ്റ് ചെറുതാക്കിയതാണ്. അതിലൊരു തേക്ക് ഉണ്ടായിപ്പോയിങ്ങളോ. തേക്ക് ഉണ്ടല്ലോ സിതോ, ഈ തേക്ക് ഇത് ശരിക്കും പുറത്ത് വലിയ മരമായിട്ടുണ്ട്. ഇത് പിന്നെ ഇങ്ങനെ ഉള്ളെന്ന് ഇങ്ങനെ കാട്ടുന്നതൊന്നും മനസ്സിലായോ? സിതുമോനെ മരിച്ച തേക്കിന്റെ ആത്മാവുണ്ട്. തേക്ക് ഉണ്ടായത് ഈ കൂനുന്നല്ലേ? ഈ കൂനുന്നാണ് തേക്ക് ഉണ്ടായതാണെന്നിട്ട് സിധു പറയണേ. അല്ലാത്തൊരു ബുദ്ധി കിട്ടണ്ട്. ഏത്? ഭൂമി മൊത്തത്തില് തേക്കാന്ന് പറയണേ. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് സിതോ. ആ ഡോട്ടിട്ടാണ്ട് എന്താണ് നമ്പറൊക്കെ ഇട്ടുള്ള സിതോ. ഇത് 41-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു, 40-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു, ഇത് 39-ാം നൂറ്റാണ്ടിൽ ജീവിച്ചത്, 38 അങ്ങനെയാണോ?
ആണ് ആണാണ്. ഇതിപ്പോ എത്ര നൂറ്റാണ്ട് ഇറങ്ങി? 22-ാം നൂറ്റാണ്ട്. അപ്പൊ ഈ നൂറ്റാണ്ടിലല്ലേ ഈ ചെയ്ത ആണോ? ഫ്യൂച്ചറിൽ ഉണ്ടാവുമ്പോ എത്ര പോകുന്ന ജീവികളാണ്. ഇത് എനിക്ക് അതിലേത് നോക്കാണ്ട് വലുതോ എടുത്തരട്ടെ എനിക്കൊന്ന്. ഇത് ആദ്യം ഈ തേക്ക് വേശം മരിച്ചിരുന്നീനെ ശവപ്പെട്ടിയാണ് ശവപ്പെട്ടി. തേക്ക് മ്യൂസിയം മരിച്ചാണോ? സിധു തേക്ക് മ്യൂസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിലേക്ക് സിധു കരുതിയത് തേക്ക് മ്യൂസിയം ഒരാളുണ്ടാക്കി, അയാള് മരിച്ചുപോയി, അപ്പൊ അയാളെ ശവകുടീരാണ് മുട്ട. അപ്പൊ പറയുന്നത് ആ മുട്ട ഉണ്ടാക്കിയതാട്ടോ ഗൈസ്. ഇത് ആരാ നിച്ചു അറിയില്ല. അനക്കറിയോ മുട്ടത്തലയിൽ? വേറെ മൂടാട്ടോ. പാർക്കിലെന്താ? എന്തിനാ പോവാ? എന്തിനു പോവാ? കളിച്ചാണ്. ഞങ്ങളൊക്കെ പാർക്ക് പോവാ കാണാനാ. ഞങ്ങള് കാണാൻ വരിക കളിച്ചാണ്. വയ്യൊക്കെ എന്തിനാ സീറ്റോ? അവിടെ അന്റെ മാരത്തിന് രണ്ടാൾക്കാരവിടെ. ഇല്ലല്ല ഇജ്ജ ഇജ്ജ് ഇജ്ജ് ഞാനൊന്നല്ല ഇജ്ജാണ് ഇജ്ജ്. സീതുവാണ് കാട്ടിത്തരാം. സീതുവാണ് സീതു. ഇല്ലല്ല സീതുവാണ് സീതുവാണ്. ഒന്നും പറയാൻ ചെക്കം അണ്ണാക്കിലിട്ടടിച്ചുകൊണ്ടിരിക്കുക. എവിടെ എൻട്രൻസ് ഇല്ല? ഇത് തന്നെയാണോ പൊട്ട എൻട്രൻസ്? എങ്ങോട്ട് ഇജ്ജ് കളിച്ചോ ഇല്ലേ? ഇപ്പൊ തന്തയായി ഇവ കുട്ടികള് കളിക്കണീമേലൊക്കെ കളിക്കാൻ പോണു. അതിമേലെന്താ? പുകാലിന്റെ പരിപാടിയാണ്. സിധുവിന്റെ വീഴ്ച പരിപാടി. സിധു എനിക്ക് പട്ടാള കേട്ടോ. ഇറങ്ങിയാളാ ഞാൻ ഇറങ്ങിയാളാ ഇറങ്ങാനും അറിയാ. സിധു മൈ ഗോഡ്, വെൽ ഡൺ മൈ ബോയ്. വേണ്ട സിധു തുടങ്ങി. സിധുവിന്റെ ആർമി പരിപാടികൾ തുടങ്ങി. ഞാൻ കയറി പോട്ടോ. വേറെ മാരില്ലൂടെ ഇത് നല്ല വൈബ് ഉണ്ട് കേട്ടോ. നല്ല വൈബ്. വെറുതെ ഇരിക്കാം. പോസ്റ്റ് അടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങോട്ട് പോയി നല്ല മൂടാ. ഇങ്ങനെ ഇരിക്കാം. മൂട് താഴത്തേക്ക് ഇട്ടാണ് ഇങ്ങനെ സിനിമ കയറാണ്. നേരെ പിടിച്ച് കുപ്പായത്തോടെ പിടിച്ചോ? ഇല്ലല്ല അപ്പൊ പോകൂല. പോരെ ഇജ്ജ് വേടാ ഇജാട് കേറടാ. ഇജെന്താണ് മുട്ടമണി എടുത്തു ഇതിന് മുട്ടമണി പറഞ്ഞു പോവോ? അത് പേടി. മുട്ടമണി അവിടെ ഉണ്ടാവേ കയറല്ലേ? എന്താ എനിക്ക് ഈ നിമിഷം എന്താ പറയാനുള്ളത്? ഞങ്ങൾ വിളിച്ചിരിക്കണം. ഞങ്ങളൊക്കെ തെരഞ്ഞു വേറെ ഒരാള് വരുന്നുണ്ട്. നീച്ചാള വാനം കിടത്ത്. ഇത് നമുക്ക് അതിന് മേലെ പോവാ. ഫുൾ വൈകളാ. ഫുള്ളൊരു എന്താ ചെറിയൊരു പണി കിട്ടി ക്യാമറക്ക്. അപ്പൊ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ രണ്ടാമത്തെ തൊട്ടാ വൈൻഡപ്പ് വീഡിയോ തന്നെ എടുക്കണത്. കാരണം ഈ റെക്കോർഡാണുള്ള എന്റെ സീൻ. ഇത് നേരത്തെ റെക്കോർഡായിട്ടില്ലേ നമ്മള് വൈൻഡപ്പ് ചെയ്യണ പോലെ. അപ്പൊ ഗൈസ് ബൈ ബൈ.